സഞ്ജുവിന്റെ കളി കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. അടുപ്പിച്ചാണ് 2 സെഞ്ചുറി സഞ്ജു അടിച്ചിരിക്കുന്നത്, അതും T20 ക്രിക്കറ്റിൽ. ഇതൊരു ചരിത്രം തന്നെയാണ്. സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചു. ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ കാലമാണ്. 107 റൺസാണ് സഞ്ജു ഇന്ന് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. ഇന്നത്തെ സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ട് രോഹിത് ശർമ്മ, കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ 202 റൺസാണ് ഇന്ത്യ അടിച്ചു കൂട്ടിയത്. ഇതിന്റെ പകുതി റൺസും സഞ്ജുവിന്റെ സംഭാവനയായിരുന്നു. ഇന്നത്തെ സഞ്ജുവിന്റെ സെഞ്ചുറി കണ്ട് രോഹിത് ശർമ്മ, കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജു ഇപ്പോഴാണ് മികച്ച കളി പുറത്തെടുത്തത്. ഇതുപോലെ തന്നെ സഞ്ജു മുന്നോട്ട് പോകണം. സഞ്ജുവിന് ഒരുപാട് അവസരങ്ങൾ ഇന്ത്യൻ ടീമിൽ ലഭിച്ചിട്ടില്ല, അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കോച്ച് ഗംഭീർ വന്നതിന് ശേഷമാണ് സഞ്ജുവിന് തുടർച്ചയായി അവസരങ്ങൾ കിട്ടിയത്. സഞ്ജു അത് കൃത്യമായിട്ട് മുതലാക്കി. ഇനി T20 ക്രിക്കറ്റിൽ എൻ്റെ പകരക്കാരൻ സഞ്ജുവാണ്. സഞ്ജു എന്നും ഓപ്പണിങ്ങിൽ സ്ഥിരമായി കളിക്കട്ടെ. സഞ്ജുവിനെ എന്നെ പോലെ അടിച്ചു കളിക്കാനുള്ള ശേഷിയുണ്ട്. അവൻ്റെ ചില ഷോട്ടുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനി ഞങ്ങളുടെ പകരക്കാരനായിട്ട് സഞ്ജു അവിടെ വേണം. യുവതാരങ്ങളാണ് ഇനി T20 ക്രിക്കറ്റിൽ കളിക്കേണ്ടത്. സഞ്ജുവിൻ്റെ അടുപ്പിച്ചുള്ള 2ാമത്തെ സെഞ്ചുറിയാണിത്. സഞ്ജു ഇനിയും സെഞ്ചുറി അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ സഞ്ജു ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുമെന്ന് രോഹിത് ശർമ്മ, കോഹ്ലി വ്യക്തമാക്കി. ഇന്ത്യ ഇപ്പോൾ ആവേശത്തിലാണ്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ മികച്ച റൺസ് ഇന്ത്യ നേടിക്കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആയിരിക്കുന്നത് സഞ്ജുവിൻ്റെ സെഞ്ചുറിയാണ്. ഒരു ഇന്ത്യൻ താരമാണ് അടുപ്പിച്ച് 2ാമത്തെ സെഞ്ചുറി നേടിയിരിക്കുന്നത്. അതും ഇന്ത്യൻ പിച്ചിലല്ല, വിദേശ പിച്ചിൽ പോയിട്ട്. അതൊരു ചെറിയ കാര്യമല്ല. സഞ്ജുവിന് ഇന്ത്യൻ മണ്ണായാലും വിദേശ മണ്ണായാലും ഈസി ആയിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് സഞ്ജുവിന്റെ പ്രത്യേകത. എന്തായാലും സഞ്ജുവിന്റെ അടുത്ത സെഞ്ചുറിക്ക് വേണ്ടി കാത്തിരിക്കാം. സഞ്ജുവിന്റെ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.